ഞാൻ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് പറയുന്നൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏകദേശം ഇതേ കാലയളവിൽ നമ്മൾ കഴിഞ്ഞ വർഷം 2024 എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അതേ കാലയളവിൽ ഇത്ര മാസത്തിലെ കാലയളവിൽ ഏകദേശം 10ഓളം ഗ്ലോബലായിട്ടുള്ള രാജ്യങ്ങളുടെ തലവന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതേ സമയത്ത് 2024 അതേ കാലയളവിൽ ഇതേ കാലയളവിൽ അതായത് ഒക്ടോബർ ഇപ്പോൾ കഴിഞ്ഞു, നവംബറിലോട്ട് കയറി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഏകദേശം 3-4 ഒക്കേഷൻ്റെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് പല ഫോറങ്ങളിലും ഇന്റർനാഷണൽ ഫോറങ്ങളിലും അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗ്ലോബൽ ലീഡേഴ്സുമായിട്ട് പല മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോഴും പല സമ്മിറ്റ് നടക്കുമ്പോഴും ബാക്ക് ടു ബാക്ക് ഇവരുമായിട്ട് മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പം ഏസിയാൻ മീറ്റിംഗ് കൊലാലംപൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനത് നേരത്തെ പറഞ്ഞു. കാരണം ഇന്റർനാഷണൽ മാഗസിൻസ് ഇതൊക്കെ സ്ഥിരമായിട്ട് റീഡ് ചെയ്യുമ്പോഴാണ് അറിയാൻ സാധിക്കും ഈ മൂവ്മെന്റ് എന്തുവാണെന്ന്. ഇന്ത്യയിലെ ഹിന്ദി പത്രങ്ങളും പ്രത്യേകിച്ച് മലയാള മനോരമ അവർ തന്നെ റിപ്പോർട്ട് കൊടുത്തു എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സംഭവിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിനെ ഭയന്നിട്ടാണോ പല ഇന്റർനാഷണൽ ഫോറങ്ങളിലൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നില്ല. അപ്പൊ അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം, 4ാമത്തെ എക്കോണമി ആയിട്ട് ഗ്ലോബൽ GDPയിൽ വളരുന്നൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പല ഫോറങ്ങളിലും പോകുന്നില്ല. ഇതൊരു കുറവ് തന്നെയാണ്. ബേസിക്കലി എന്തായാലും 2024 എടുത്ത് നോക്ക്. ഇത് ഞാൻ ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയിലെ ഹിന്ദി പത്രങ്ങളും പല ഗുജറാത്ത് സമാചാർ അവരുടെയൊക്കെ ഒപ്പീനിയനായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ BJPയും മോദിയെയും ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കുന്നവരും അതേപോലെ ഡയസ്പോറയിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നല്ല രസകരമായ കോളങ്ങളൊക്കെ എഴുതുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ ഡിപ്ലോമസിയും എങ്ങനെയാണ് ഇന്ത്യ ഗ്ലോബലി ഇത്രയും അക്ലൈൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്, അതായത് ഇന്ത്യയുടെ ഒരു പ്ലൂറലിസവും ഒരു സെക്യുലർ ക്രെഡൻഷ്യലും ഒക്കെ വെച്ച് ഗ്ലോബലായിട്ട് നമുക്ക് എത്രമാത്രം അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് ഗ്ലോബലായിട്ടും പല ബ്ലോഗുകളിലും അതേപോലെ ഇന്റർനാഷണൽ സിൻഡിക്കേറ്റ് കോളങ്ങളിലൊക്കെ എഴുതുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഗ്ലോബലി. അവരെഴുതാൻ തുടങ്ങി എന്തു പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. ഈ ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. എന്താണ് പ്രധാനമന്ത്രിക്ക് സംഭവിച്ചത്? അമേരിക്കൻ പ്രസിഡന്റിനെ ഭയന്നിട്ടാണോ ഈ ഏസിയാനിലും ഈ പറയുന്ന അതായത് ഗാസ സമ്മിറ്റ് മറ്റു പലയിടത്തും പോകുന്നില്ല? അത് ഇന്ത്യൻ ബിസിനസിനെയും ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ തമാശയല്ല ഈ പറയുന്നത്. IT ഇൻഡസ്ട്രി നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഷാർപ്പായിട്ടാ പോകുന്നത്, റാപ്പോർട്ടാ പോകുന്നത്. അതിനകത്ത് എത്ര പേരുടെ ജോലിയാ പോകുന്നത്, ഇതൊന്നും പുറത്തു വരുന്നില്ല. ശരിക്കും ലേ ഓഫ് നടക്കുന്നുണ്ട് IT ഇൻഡസ്ട്രിയിൽ, ശരിക്കും. അതായത് ഗ്ലോബലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. കഴിഞ്ഞ 3-4-5 മാസമായിട്ട് നേരത്തെ പറഞ്ഞ പല ഇൻവെസ്റ്റ്മെന്റും ബ്ലോക്കായി. അതിനിടയ്ക്ക് തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഭയങ്കരമായ രീതിയിൽ ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ബേസിക്കലി നമ്മുടെ ഈ ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത് ഇത്രമാത്രം ടാക്സിന്റെ റിഫോംസും എല്ലാം കൊണ്ടുവന്നിട്ട് പോലും ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിച്ച രീതിയിലോട്ടൊന്നും ഇത് അക്ലെയിം ചെയ്യാൻ സാധിച്ച അത്രമാത്രം സെയിൽസ് ഒന്നും നടന്നിട്ടില്ല. കാറിന്റെ ബുക്കിങ്ങിന്റെ എണ്ണം കൂടി. ഏകദേശം കഴിഞ്ഞ ഒരു മാസം കണ്ട് 5 ലക്ഷം ബുക്കിംഗ് ഉണ്ടായി. അത് താഴ്ന്ന് പോയി. ഇത് നേരെ നിന്ന് ബുക്കിംഗ് അല്ല, ഭയങ്കരമായിട്ട് താഴെ പോയി ബുക്കിംഗ് ഒന്ന് കയറി വന്നു. അത് ഇതുപോലൊന്നും അല്ല റിഫ്ലക്ട് ചെയ്യേണ്ടത്. അപ്പം അത്ര മോശമാണ് ഇന്ത്യൻ എക്കോണമി അല്ല. ഇതൊക്കെ മാർക്കറ്റിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന പോലെ വേവ്സ് ഉണ്ടാക്കാൻ ഒരു തരംഗം, അതാണ് മോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിലും ഇൻഡസ്ട്രിയിലും അതായത് മാനുഫാക്ചറിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ആൾക്കാർ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് അത് ഇതൊക്കെ
ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം അങ്ങ് നിലച്ചു. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ മാർക്കറ്റിൽ കാണാനുണ്ട്. ആൾക്കാർ ചോദിക്കാൻ എന്താണ് സംഭവിച്ചത്. അതായത് ഒരു കാര്യം പറഞ്ഞു, ആദ്യം ഗവൺമെന്റ് പറയുന്നു ടാരിഫ് സെറ്റിലായി. നിങ്ങൾ നോക്ക്, ഈ കൊറിയയുമായിട്ടുള്ള ടാരിഫ് പ്രസിഡന്റ് ട്രംപ് അവിടെ പോയിട്ട് 10-15 മിനിറ്റ് കൊണ്ട് ആ സംഭവം സെറ്റിലാക്കി. ചൈനയെ പിടിച്ചു പെരട്ടി. രണ്ടുപേരും, ചൈനയ്ക്കും അമേരിക്ക ആവശ്യമാണ്, അമേരിക്കയ്ക്ക് ചൈനയെ ആവശ്യമാണ്. ആ ടാരിഫ് അവർ സെറ്റിൽ ചെയ്തു. അവരും അതിൻ്റെ പ്രശ്നമായി പഴയ 47 വന്നു. ജപ്പാനുമായിട്ട് നല്ല ബന്ധമായിട്ട് നേരത്തെ പല ഇന്റർനാഷണൽ എക്സ്പേർട്ടുകൾ പറഞ്ഞ മലയാളത്തിലൊക്കെ പറഞ്ഞു ജപ്പാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നു, യൂറോപ്പ് ഇപ്പോഴുണ്ടാക്കുന്നു, കൊറിയ ഇപ്പോഴുണ്ടാക്കുന്നു, ഓസ്ട്രേലിയ ഇപ്പോഴുണ്ടാക്കുന്നു. ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു നടക്കത്തില്ല. നടക്കാത്തതിൻ്റെ കാര്യം ഇതൊക്കെ അമേരിക്കൻ ബാക്കപ്പിലുള്ള രാജ്യങ്ങളാണ്. അമേരിക്ക പറയുന്നതേ കേൾക്കുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യൻ എൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എൻ്റെ കൂടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വന്ന ശേഷമാണ് ഈ അറബ് രാജ്യങ്ങളുമായിട്ട് ഇത്ര വലിയ ബന്ധം ഉണ്ടാക്കിയത്. എല്ലാ അറബ് രാജ്യങ്ങളുമായിട്ടും, UAE ആണെങ്കിലും, സൗദി ആണെങ്കിലും, ഒമാൻ ആണെങ്കിലും, ചെറിയ ബഹ്റൈൻ ആണെങ്കിലും, ഖത്താർ ആണെങ്കിലും, ഇവരുമായിട്ട് എല്ലാം ലോങ് ടൈം ആയിട്ടുള്ള അവരുമായിട്ടുള്ള ട്രേഡും കൂടും. അതേപോലെ ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചർ സാധനങ്ങളും ഇസ്രായേൽ, അമേരിക്ക, ഇന്ത്യ, UAE ഏകദേശം 100 ബില്യൺ $100 ഇന്ത്യയുടെ അഗ്രികൾച്ചർ മാർക്കറ്റിലും ഇവിടെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷന് വേണ്ടി ഇൻവെസ്റ്റ്. ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. എന്താ ഇതിനൊക്കെ എഴഞ്ഞു നീങ്ങുന്നതിൻ്റെ കാര്യമെന്ന്? ആ പഴയ ഊർജമൊക്കെ അങ്ങ് പോയി. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അമേരിക്കയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന. ഗ്ലോബൽ എക്കോണമി നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. ഇന്ത്യ ട്രേഡ് നടത്തുന്ന ഡോളറിലാണ്. എന്തൊക്കെ കാര്യമായ പാളിച്ചുണ്ടായി. അപ്പൊ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒപ്പോസിഷനിലെ അദ്ദേഹത്തിന്റെ BJP ആയിട്ട് കൂടെ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു ആണെങ്കിലും മറ്റുള്ള അലയൻസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ വിളിച്ച് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാവും. അല്ലാതെ വിശ്വാസം വീണ്ടെടുത്ത് ഇമേജ് മാറ്റി മുന്നോട്ട് പോകണം. ഗ്ലോബലായിട്ട് നമുക്ക് ടാർണിഷ് ഉണ്ടായി. അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യം പാകിസ്ഥാനുമായിട്ട് പെട്ടെന്ന് അവരൊരു അക്കോർഡ്, അതായത് വരുന്നു, എന്നിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു. ഇതൊക്കെ ബേസിക്കലി അമേരിക്ക, ട്രംപ് അത് ഇന്ത്യയെ കൊണ്ടുവരാൻ എന്ത് സ്ഥലത്തൊക്കെ എൻട്രി ചെയ്യുവാണ് പാകിസ്ഥാൻ, അറേബ്യൻ രാജ്യങ്ങൾ പലയിടത്തും. ഇത് ചെറിയ കാര്യമൊന്നും അല്ല. ഇന്ത്യ ഭയങ്കരമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പം വാൾമാർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്താണ്. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം വാൾമാർട്ടിലെ സീനിയർ സ്റ്റാഫാണ് അമേരിക്കയിൽ. ഈ സാബു ചക്ക് പറഞ്ഞ മുഴുവൻ തള്ളായിരുന്നു, കള്ളത്തരം മാത്രമായിരുന്നു പറഞ്ഞത്. സാബുവിൻ്റെ പ്രോഡക്റ്റ് അവിടെ വരുന്നില്ല. സാബു പറഞ്ഞ വാൾമാർട്ടും ടാർജറ്റിലുമാണ് അയാളുടെ പ്രോഡക്റ്റ് പോകുന്നതെന്നാണ് പറഞ്ഞത്. സാബുവിൻ്റെ പ്രോഡക്റ്റിൻ്റെ അതിനേക്കാളും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ചീപ്പായിട്ട് ബംഗ്ലാദേശ് കൊടുക്കാൻ തുടങ്ങി. അതേപോലെ ചെമ്മീൻ ഇന്ത്യ അതിനകത്ത് അമേരിക്ക നമുക്കൊരു കൺസെഷൻ തന്നു. ദുബായ് വഴി വേണേൽ കയറ്റി അയച്ചു, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ വഴി കയറ്റി അയച്ചു. അതിന് വലിയ തടസ്സവാദങ്ങൾ ഉന്നയിച്ചില്ല. അങ്ങനെ തുടങ്ങി. ഇനി മറ്റൊരു സംഭവം എന്തോ, ജൂലറിലുള്ള പല ആൾക്കാരും ദുബായിലോട്ടും വിയറ്റ്നാമിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയിലെ പല എക്സ്പോർട്ടേഴ്സും വിയറ്റ്നാമിലോട്ടും അവിടെ ഇങ്ങോട്ടും ഷിഫ്റ്റിങ് നടക്കുകയാണ്. ഇത് ലോങ് ടൈം ആണ് ഇത് ബാധിക്കുന്നത്. ഷോർട്ട് ടൈം മാത്രമല്ല, ലോങ് ടൈം കയറി ബാധിക്കാൻ പോവുക. ഇപ്പൊ എന്തുകൊണ്ട് ട്രംപുമായിട്ട് കൊറിയയ്ക്ക് സംസാരിക്കുക? കൊറിയ എന്ത് നമ്മളെക്കാളും മോശമായ രാജ്യമാണ്. ജപ്പാൻ നമ്മളെക്കാളും മോശമായ രാജ്യമാണ്. ചൈന നമ്മളെക്കാളും മോശമായ രാജ്യമാണ്. അവർക്കൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ റിസൾട്ട് കൊണ്ടുവന്ന് ഈ പ്രശ്നവും. ഇന്ത്യയുടെ ആ ടാരിഫിന്റെ കാര്യം നവംബറിൽ ഉണ്ടാവും എന്ന് പറയുന്നു. ഇന്നും അതിനെപ്പറ്റി യാതൊന്നും അനക്കമില്ല. ഇപ്പൊ പറയുന്നത് ഡിസംബറിൽ ഉണ്ടാകും.
അതിനെപ്പറ്റിയും പറയുന്നു 15-16% സെറ്റിലാവും എന്ന് പറയുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നു. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മുഴുവൻ പറയും. ഞാനിത് പറയുമ്പോൾ ഈ പറയുന്ന ഈ എക്സ്പോർട്ട് ചെയ്യുന്ന പല ബിസിനസ്സുകാർ ഇത് തന്നെ പറയുന്നത്. ഇവരൊക്കെ മോദിയെ കണ്ട് സ്ഥിരമായിട്ട് അത് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ ബിസിനസിന്റെ മേജറായിട്ടുള്ള ബേസിക് ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഇതുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ബീഹാർ ഇലക്ഷന് ശേഷം മോദിയുടെ ഇമേജ് ബിൽഡിങ്, അതായത് ഗവൺമെന്റിന്റെ ഇമേജ് മാറ്റാൻ വേണ്ടി തീരുമാനമായെന്നാണ് ഈ കോറിഡോർ പവേഴ്സ് ഇൻ കോറിഡോർ അതിൽ കേട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് ഫിനാൻസ് മിനിസ്റ്ററെ മാറ്റുമെന്നാണ് പറയുന്നത് നിർമ്മലാ സീതാരാമൻ. അതേപോലെ തന്നെ ജയശങ്കറെ മാറ്റുമെന്നാണ് പറയുന്നത്. ഈ മോദി ഉദ്ദേശിച്ച രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഡെലിവറി വന്നിട്ടില്ല പലയിടത്തും. നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയിലുള്ള ഗുജറാത്തികൾ ഭയങ്കരമായിട്ട് പ്രശ്നമായി കിടക്കുക. അവർ ഒന്നടങ്കം മോദിയെ തള്ളി പറയുകയാണ്. ഗുജറാത്തി കമ്മ്യൂണിറ്റി മോദിയെ തള്ളി പറയുകയാണ്. കാരണം അവരുടെ ബിസിനസ്സിനെയും ബാധിക്കുക. ഇതാണ് ഞാൻ ഈ പറയുന്നത്. ബന്ധമുണ്ട്, ബന്ധമില്ല. ത്രട്ടും പ്രശ്നവും ഇവിടുത്തെ സോഷ്യൽ മീഡിയയും RSSന്റെ മീഡിയയും സംഘ് പരിവാറിന്റെ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ അയാളെ പിടിച്ച്, സത്യം പറഞ്ഞാൽ മോദി വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രശ്നമുണ്ടായി. പക്ഷെ ഓവർകം ചെയ്ത് വരണം. സെറ്റ് ബാക്ക് ഉണ്ടായി, സമ്മതിച്ചു. അതിനകത്ത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഗുജറാത്തി ബേസ്ഡ് ഒരു ഒപ്പീനിയൻ മേക്കർ ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറയുക, നമ്മൾ എന്തിനാ ഈ പാകിസ്ഥാന്റെ പുറകെ പോകുന്നേ? എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ബിറ്റ്വീൻ ഈ പാകിസ്ഥാനും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്തുവാ? അത് കളയുക. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഡിഫൻസ് നോക്കാൻ അറിയാം ശരിക്കും. എന്തിനെ വീണ്ടും പാകിസ്ഥാൻ ഇവിടുത്തെ അസിം മുനീർ എന്ന് പറയുന്ന അതിന് തിരിച്ചു പറയുന്നു, ഇതിന് തിരിച്ചു പറയുന്നു, അതിന് തിരിച്ചു പറയുന്നു. അതായത് നമ്മുടെ വലിയൊരു എനർജി ഇല്ലാതായി പോവുകയാണ്. അതിൻ്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഹിന്ദി മീഡിയയിലും ഉണ്ടാകുന്നു. ഇപ്പം ജനങ്ങൾക്കിത് താല്പര്യമേയില്ല. ഇതാണ് എൻ്റെ കാര്യം. ജനങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റണ്ടുകൾ ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, 20-25 വർഷം മുമ്പുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അല്ലെങ്കിൽ നിങ്ങൾ 10 വർഷം 15 വർഷം മുമ്പുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. നിങ്ങൾക്ക് ഒരു കള്ളത്തരം 100 പ്രാവശ്യം പറഞ്ഞത് സത്യമാക്കാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്ന് ഡിജിറ്റൽ ലോകത്ത് വലിയ പാടാ അത്. ഗവൺമെന്റ് എത്രമാത്രം സെൻസർ ചെയ്ത് ബ്ലോക്ക് ചെയ്താലും ഇതൊക്കെ അറിയേണ്ടവർ കാര്യങ്ങൾ അറിയും. അത്ര മണ്ടന്മാരൊന്നും അല്ല ഇന്ത്യക്കാർ എത്ര മണ്ടന്മാരാണെങ്കിൽ ലോകത്ത് മുഴുവനും പോയി ജോലി ചെയ്ത് ഇത്ര സക്സസ്ഫുൾ ആയ ഇന്ത്യക്കാരെ മണ്ടന്മാരാണ്. അതായത് നമ്മളിത് ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം. എക്കോണമി ബാഡ് ഷേപ്പിലാണ് ശരിക്കും. അൺഎംപ്ലോയ്മെന്റ് ഭയങ്കരമായിട്ടാണ് കൂടുന്നത്. ഈ കുക്ഡപ്പ് കണക്കുകളാണ് ഓരോന്നും പുറത്ത് വരിക. അതിനിടയ്ക്ക് ഒരു വേറെ കണക്ക് വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഏറ്റവും വലിയ എയർഫോഴ്സ് ഇന്ത്യയുടെ. സീ ദ നോൺസെൻസ്. അതായത് നമുക്കാകെ 250 എയർക്രാഫ്റ്റേ ഉള്ളൂ ഫൈറ്റർ. നമ്മുടെ നല്ല ഫൈറ്റർ പൈലറ്റ്സ് ആണ്. അപ്പോൾ ഒരു ചെറിയൊരു കുക്ഡപ്പ് കണക്കെടുത്തോണ്ട് വരും. എന്തുവായി സംഭവം? എവിടെയാണ് നമ്മൾ മൂന്നാമത്തെ വലിയ എയർഫോഴ്സ് ആവുന്നേ? നമുക്ക് ഇന്ന് വരെ സ്വന്തമായിട്ട് യാത്ര ചെയ്യാനുള്ള, അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ന് വരെ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇഞ്ചൻ വരെ അമേരിക്കയിൽ നിന്ന് മറ്റുള്ളിടത്തു നിന്ന് മേടി. നമ്മളെങ്ങനെ മൂന്നാമത്തെ ഏറ്റവും വലിയ സംഭവമാവുന്നേ? ഇതൊക്കെ ഒരു ഡണ്ടടിച്ചു വിടുവാണ് ഇത്. അപ്പം അതെല്ലാം കൂടെ കേട്ട് അങ്ങ് ആളങ്ങ് പൊലിപ്പിക്കുമ്പോഴും സാധാരണക്കാരനൊക്കെ അറിയാം. അതിന് വലിയ റോക്കറ്റ് സയൻസും വലിയ ഡിപ്ലോമസിയും സ്ട്രാറ്റജിക് അഫയേഴ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻ എയർഫോഴ്സ് ഏറ്റവും നല്ല എയർഫോഴ്സ് തന്നെയാണ്. അത് രണ്ടാമതാണോ മൂന്നാമതാണെന്നൊക്കെ സത്യം പറയാൻ എൻ്റെ വായിന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. അത്ര ബ്ലണ്ടറൊക്കെയാണ് അടിച്ചു വിടുന്നത്. ഇന്ത്യൻ ആംഡ് ഫോഴ്സ്
മൈറ്റി ഫോഴ്സാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. മനസ്സിലാക്കേണ്ടത് നമ്മൾ 364 ദിവസം 360 യുദ്ധം ചെയ്യുന്ന രാജ്യമല്ല. അപ്പൊ അങ്ങനെ ആ രീതിയിൽ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടായി. എക്സർസൈസ് ഈ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് അറേബ്യൻ സീ നടക്കുന്ന എക്സർസൈസും ഇന്ത്യയുടെ ബോർഡറിലുള്ള എക്സർസൈസും അതേപോലെ തന്നെ മറ്റു പലയിടത്തും ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എപ്പോഴും നടക്കുന്നതാണ്. ഇപ്പൊ ഇൻഡോ പാക് ബോർഡർ ഡിസ്പ്യൂട്ടുമായി ബോർഡർ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഇതൊരു പരിധി വിട്ട് മീഡിയയും സോഷ്യൽ മീഡിയയും കൂടെ അങ്ങ് വലിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ പേരിൽ എന്തോ ഉണ്ടാവുന്നത്, ഇന്ത്യയുടെ വലിയൊരു ശതമാനം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതിലോട്ടങ്ങ് പോവുക. ഇതിനകത്ത് ഞാൻ കോട്ട് ചെയ്യുന്നൊരു സംഭവമുള്ളൂ. പ്രവീൺ സാനി പറഞ്ഞത്, ഇന്ത്യ തളരരുത് ഈ സമയത്ത്, ഇന്ത്യ മുന്നോട്ടാണ് പോകേണ്ടത്. അതായത് ഡൊമസ്റ്റിക്കലി ആണെങ്കിലും ഇന്റർനാഷണലി ആണെങ്കിലും നമ്മൾ അത്രമാത്രം ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മോദിയുടെ ലീഡർഷിപ്പിന് അത് കഴിയും. ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഇന്റർനാഷണലി, സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്റർനാഷണലി ഇന്ത്യയുടെ പേരിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിഫ്ലക്ഷനാണ് ഈ പാകിസ്ഥാന് പല അനുകൂലങ്ങളായ പല പ്ലാറ്റ്ഫോമുകൾ ലോകത്തെല്ലായിടത്തും കിട്ടുന്നത്. ട്രംപ് വരാനുള്ള 3 വർഷം കൂടി ട്രംപ് അവിടെ ആയിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. കാരണം അമേരിക്കൻ കൺസർവേറ്റീവ് സംഭവം ഈ ട്രംപിന്റെ ഇമേജ് കുറഞ്ഞോ കൂടി ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രംപ് മാറിയിട്ട് വേറൊരാൾ വരുന്നത് ഇതിനേക്കാളും കഷ്ടം പിടിച്ച ആളായിരിക്കും. ട്രംപിനെയൊക്കെ ഈസി ആയിട്ട് മോദിക്കും ഇന്ത്യക്കും ഡീൽ ചെയ്യാൻ സാധിക്കും. ബൈഡനൊക്കെ ഡീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒറ്റ കാര്യം പറയാം, ബംഗ്ലാദേശ് ഇഷ്യൂ, പല കാര്യങ്ങളെയും ഇൻക്ലൂഡിങ് ബൈഡൻ തന്നെ ഇന്ത്യക്ക്, അതായത് ഈ തേജ് നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റിന് എഞ്ചിൻ കൊടുക്കാതെ അതിന് സൈൻ ചെയ്യുന്ന ആളാണ്. പല കാര്യങ്ങൾ ഇപ്പം ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പറയുന്നത്. അതായത് നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ പത്രങ്ങൾ, ഹിന്ദി പത്രങ്ങൾ, റീജിയണൽ പത്രങ്ങളും ശക്തമായ രീതിയിലാണ് ഇപ്പം മോദിക്കെതിരെ എഴുതുന്നത്. കാരണം ഇന്റർനാഷണലി ഇന്ത്യയുടെ ഇമേജിന് കോട്ടം തട്ടി. അതിപ്പോഴൊന്നും ഉണ്ടാക്കിയത് ഇന്റർനാഷണലി വളരെ വർഷങ്ങളോട്ടം മോദി വന്നപ്പോൾ അത് കുറച്ചും കൂടെ ചെറിഷ് ചെയ്ത് ഗ്ലോബലി നമ്മൾ അക്സെപ്റ്റഡ് ആയി മാറി. ശരിക്കും അതായത് ഈ മോദി വന്ന് 10 വർഷം കൊണ്ടൊന്നും ഇത് ഉണ്ടായത്, നേരത്തെ നമുക്ക് കൊണ്ടിത്. പക്ഷെ ഗ്ലോബൽ അക്സെപ്റ്റൻസ് അമേരിക്കയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഗ്ലോബൽ അക്സെപ്റ്റൻസ് വിസിബിലിറ്റിയും കൂടി. എന്ന് ട്രംപുമായിട്ട് എത്തി ആ വിസിബിലിറ്റി കുറഞ്ഞു. അതിൻ്റെ പേരിൽ മോദി എവിടെയും പോകുന്നുമില്ല. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആകണം. ഞാൻ അറിയാൻ സാധിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു പോലും ഡിസംബറിലും ഇന്ത്യയിൽ വരുന്ന കാര്യം സംശയമാണ്. കാരണം നെതന്യാഹുവിന് പേടി, മോദിയുമായിട്ട് പോയി സംസാരിച്ച് 2 ഫോട്ടോ എടുത്താൽ ട്രംപ് ചൂടാവും. ആൾക്കാർ വരാൻ പേടിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ മോദിയുമായിട്ട് ലോക്കിയ, കാരണം മോദി പോയി ചൈനയൊക്കെ പിടിച്ചു, റഷ്യയൊക്കെ കയറി പിടിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ശത്രുക്കളാണ് റഷ്യയുടെ. അതായത് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാവുന്ന ഡിപ്ലോമസി പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കകത്ത് പലയിടത്തും ഉണ്ടായില്ല. അതിൻ്റെ ആരുടെ പാളിച്ചയാണ് ഉണ്ടായത്? അതിൻ്റെ വിലയാണ് നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടുമെന്ന് തന്നെയാണ്. ഇതെല്ലാം മാറി മുന്നോട്ട് വന്ന്, അതായത് ബീഹാർ ഇലക്ഷൻ ശേഷം റീഷഫിൾ ചെയ്ത് ഒരു പുതിയ ടീം ഉണ്ടായിട്ട് മോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള, അതായത് ഗ്ലോബൽ ഇന്ത്യൻ എക്കോണമി പവർ എന്ന് പറയുന്ന അതിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.